അപ്പം രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെജ് പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ളത് ടോസ്റ്റർ എന്ന് പറയുന്നത് ഗ്യാസിൽ വെച്ചുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക്കിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ബ്രെഡിൻ്റെ അകത്ത് ആ ഷോട്ട് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ തേച്ച് സവാളയും വെച്ച് പാറ്റീസും വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായിരിക്കുമായിരുന്നു. ചായയും കൂടെ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ. ഞാൻ വെണ്ടയ്ക്ക മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടി ഇട്ടുണ്ടേ. എൻ്റെ കൊച്ചുമോന് അത് ഇഷ്ടമല്ലായിരുന്നു ആദ്യം. പിന്നെ പറഞ്ഞു, മമ്മി ഇനി ഉണ്ടാക്കുമ്പം ഉരുളൻകിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് സവാളയും ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്ക ഇട്ട് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായി വഴന്ന് കിട്ടും. ഇന്നലത്തെ ഒരു ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ കുടിക്കാനായിട്ട് വെള്ളം വെക്കണം, കഞ്ഞിക്ക് വെള്ളം വെക്കണം, അങ്ങനെ വെള്ളം എടുത്ത് ക്യാനി ഒഴിച്ച് വെക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിക്കൂടെ വെള്ളം വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി തിളച്ചു. പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. ഇത്തിരി ഒടിയൻ പയറുണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനതറിയാതെ ഞാനിവിടെ ചെറുപയർ കുക്കറിൽ വേവിക്കാൻ വെച്ചായിരുന്നു. അതിന് ശേഷം ആ പയറെടുത്തിട്ടെ. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇന്ന് അങ്ങനെ അധികം ജോലിയില്ല, അതങ്ങ് അരിഞ്ഞ് വെച്ചാൽ നാളെ എനിക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാമല്ലേ. ചെറുപയർ ഞാനൊന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തു. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഇച്ചിരി കടുകും ഇച്ചിരി ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയർ ഇച്ചിരി കൂടെ വേവാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങയ്ക്കകത്തൊക്കെ കിടന്നതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഞാൻ ചെറിയ തീയിൽ അവിടെ ഇട്ട് വെക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ റെഡിയാവും. അപ്പോൾ ഇച്ചിരി കിളിമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട്. അതവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ റെഡിയായിരുന്നു, വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ മീനൂടെ വറുത്തെടുക്കാമെന്ന് വെച്ചു. മീനൂടെ റെഡിയായാൽ നമ്മുടെ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.